ഇടയ്ക്കിടയ്ക്ക് ശല്യക്കാരനായി വരുന്ന തലവേദനയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാത്തവരെ ആരുമില്ല. ഒന്ന് നന്നായി ഉറങ്ങിയിട്ടും വിശ്രമിച്ചിട്ടും ചെറിയ തോതിലുള്ള വേദന സംഹാരി കഴിച്ചിട്ടും അത് വിടാതെ പിന്തുടരുമ്പോഴാകട്ടെ ടെൻഷൻ കൂടുകയുള്ളൂ. എങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്, മറിച്ച് ടെൻഷൻ ഒഴിവാക്കുകയാണ്. കാരണം ടെൻഷനും തലവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണെന്നാണ് കണ്ടെത്തൽ. പൊതുവെ പറഞ്ഞാൽ തലവേദനകളിൽ കൂടുതലും സംഭവിക്കുന്നത് ടെൻഷൻ അഥവാ മാനസിക സമ്മർദ്ദം മൂലമാണ്. അപ്പോൾ ഉയരുന്ന സംശയം സ്വാഭാവികം. ഇക്കാലത്തെ ടെൻഷൻ ഇല്ലാത്തവരുണ്ടോ? രാവിലെ ഉണരുന്നതിനു മുതൽ രാവിലെ ഉറങ്ങുന്നതുവരെ ടെൻഷൻ പല വേഷത്തിൽ ഓരോ വ്യക്തിയെയും തേടി വരും. ഉണരാൻ വൈകിയാലും ഉറങ്ങാൻ വൈകിയാലും ടെൻഷൻ അടിക്കുന്നവരുമുണ്ട്. എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം മനസ്സിനെ സമ്മർദ്ദത്തിലാക്കാറുമുണ്ട്. വിവാഹം, ഗർഭം, പ്രസവം, പ്രിയപ്പെട്ടവരുടെ രോഗം അല്ലെങ്കിൽ മരണം, തൊഴിൽ നഷ്ടപ്പെടൽ, വിവാഹമോചനം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രതിസന്ധികളും അവ സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളും മിക്കവരെയും തേടി വരാറുമുണ്ട്. എന്നാൽ ഇത് സാധാരണയായി തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ളതല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ തുടർച്ചയായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രകോപനപരമായ മാനസിക സമ്മർദ്ദങ്ങളാണ് തലവേദനകൾക്ക് കാരണമാകുന്നത്. മനസ്സിലെ പ്രശ്നങ്ങൾ ശരീരത്തെ ബാധിക്കുമ്പോൾ ഓരോ ദിവസവും ആവർത്തിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ മനസ്സിൽ കോപം സൃഷ്ടിക്കാൻ ഇടയാക്കുകയും അതിന്റെ ഫലമായി ശാരീരിക പ്രവർത്തനങ്ങളിൽ തുടർച്ചയായ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കൂടാതെ മാനസിക സമ്മർദ്ദവും വലിയ അളവിൽ ഹോർമോൺ തകരാറുമുണ്ടാകും. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ ശരീരത്തിലെ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് ക്രമാതീതമായി കൂടും. ഇതോടെ സമ്മർദ്ദവും പ്രമേഹവും നെഞ്ചിരിപ്പും കൂടും. എന്നാൽ അപൂർവം ചിലരിൽ ഈ ഗ്രന്ഥിയുടെ തകരാർ മൂലം കോർട്ടിസോൾ ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സമ്മർദ്ദം നേരിടാനുള്ള കരുത്ത് കുറയുകയാണ് ചെയ്യുക. തുടർന്ന് ഉന്മേഷക്കുറവ്, ഉറക്കം തൂങ്ങൽ തുടങ്ങിയ അവസ്ഥകളും ഉണ്ടാകും. ശരീരത്തിൽ സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് ശാരീരിക രോഗങ്ങളിലേക്ക് വഴിവെക്കും. മനോജന്യ ശാരീരിക രോഗങ്ങൾ അഥവാ സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്ന ഗണത്തിൽപ്പെടുന്ന ഇത്തരം ശാരീരിക രോഗങ്ങളുടെ ഭാഗമായി അധികവും പ്രത്യക്ഷപ്പെടുന്നത് തലവേദനയായാണ്. കൂടാതെ കഴുത്തുവേദന, പുറംവേദന, തോൾവേദന, നെഞ്ചുവേദന തുടങ്ങിയവയും കാണപ്പെടാറുണ്ട്. കാരണം തിരിച്ചറിയാതെ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന തലവേദനയെ പലപ്പോഴും രോഗിയോ രോഗി സമീപിക്കുന്ന ചികിത്സകനോ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ വേദന സംഹാരികൾ കഴിച്ചിട്ടും രക്തപരിശോധന, എക്സ്റേ, സ്കാനിംഗ് പോലുള്ള പരിശോധനകൾ നടത്തിയും ചികിത്സിച്ച് മുന്നോട്ടു പോവുകയും തലവേദന മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നു. തുടർന്ന് നിരാശയുടെയും ആശയക്കുഴപ്പത്തിന്റെയും പിടിയിലാകുന്ന രോഗി ഡോക്ടർമാരെ മാറി മാറി കാണിക്കുകയോ ചികിത്സാ സമ്പ്രദായങ്ങൾ മാറ്റി നോക്കുകയോ ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായിരിക്കും രോഗി മാനസിക സമ്മർദ്ദമാണോ രോഗകാരണം എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുക. ചിലരാകട്ടെ ഇക്കാര്യം ഒരിക്കലും തിരിച്ചറിയാതെ വേദനകൾ സഹിച്ചുകൊണ്ട് ജീവിച്ചു തീർക്കും. ഇനി പരിഹാരങ്ങൾ. ഒരു വ്യക്തിക്ക് തന്റെ ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെങ്കിലും അവയെ നിയന്ത്രണത്തിലാക്കാം. ഇത് രോഗമുക്തിയെ ഒരു പരിധിവരെ സഹായിക്കും. ഇതിനായി ആദ്യം തേടേണ്ടത് മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ്. അതിനുവേണ്ടി പ്രാർത്ഥന, ധ്യാനം, യോഗ, ആഴത്തിലുള്ള ശ്വസന വ്യായാമം, പാട്ടു കേൾക്കുക, നൃത്തം ചെയ്യുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക, പുസ്തകം വായിക്കുക, വളർത്തുമൃഗത്തോടൊപ്പം സമയം ചെലവഴിക്കുക, അലങ്കാര മത്സ്യങ്ങളെ വളർത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തണം. അതേസമയം വിനോദത്തിനായി കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയ ഡിജിറ്റൽ സ്ക്രീനുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും വേണം. പതിവായി വ്യായാമം ചെയ്യുന്നതിന് പുറമെ ബേക്കറി, ഫാസ്റ്റ് ഫുഡുകൾ, കോളകൾ എന്നിവ ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കണം. ഇതിന്റെ ഭാഗമായി പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം. ചായ, കാപ്പി തുടങ്ങിയവ ഒഴിവാക്കി ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കുകയും ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും തുടർച്ചയായി ഉറങ്ങുകയും വേണം. ഈ ദുശീലങ്ങൾ ഒഴിവാക്കി പിന്തുണ തേടുക. പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രതിസന്ധികളെയും മനസ്സിന് അലോസരമുണ്ടാക്കുന്ന വിഷയങ്ങളെയും കുറിച്ച് കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ തുറന്ന് സംസാരിക്കുകയോ ബുദ്ധിമുട്ടുകളിൽ അവരുടെ സഹായം തേടുകയോ ചെയ്യുന്നത് സമ്മർദ്ദം നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാധാരണയിൽ കൂടുതലാവുകയും അതിനെ നേരിടാൻ പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കൗൺസിലറുടെയോ സൈക്കോളജിസ്റ്റുകളുടെയോ സഹായം തേടണം. അതേസമയം തലവേദനയോടൊപ്പം കഫ്കെട്ട്, പനി, കാഴ്ച പ്രശ്നങ്ങൾ, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ കഴിയുന്നതും വേഗത്തിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം. Big 20 Shopping Festival coming soon.